നമ്മൾ തിരുവനന്തപുരത്ത് നടക്കുന്ന രക്ഷാദൗത്യത്തിൻ്റെ വാർത്തകളിലേക്ക് പോവുകയാണ്. ആമേഴഞ്ചൻ തൊഴിൽ കാണാതായ മാരായമുട്ടം സ്വദേശി എൻ ജോയിക്കായിട്ടുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. വളരെ സാഹസികമായ രക്ഷാദൗത്യമാണ് അവിടെ പുരോഗമിക്കുന്നത്. നമുക്കൊപ്പം വീണ്ടും നമ്മുടെ വാർത്താ സംഘം നമുക്കൊപ്പം ചേരുകയാണ്. ഷെവീദ് റാവുത്തർ നമുക്കൊപ്പം ചേരുന്നു. അലക്സ് റാം മുഹമ്മദാണ് നമുക്കൊപ്പം ആദ്യം ചേരുക. അലക്സ്, എന്തൊക്കെയാണ് അപ്ഡേറ്റ്സ്? SKN രക്ഷാദൗത്യം പുരോഗമിക്കുന്നു. നോക്കൂ, നമ്മുടെ ദൃശ്യങ്ങൾ കാണാം. നമ്മൾ നേരത്തെ ആ ലൈവ് വന്നിട്ട് പോയതിനു ശേഷം ഉള്ള നിമിഷങ്ങൾ കൊണ്ട് ആ ശുചീകരണ പ്രവർത്തകരും അതുപോലെ ആ സ്കൂബ സംഘവും ഒപ്പം ആ ഫയർഫോഴ്സ് സേനാംഗങ്ങളും അവിടെ നിന്ന് കളക്ട് ചെയ്ത ഈ മാലിന്യമാണ്. ആ നെറ്റ് നിറയെ മാലിന്യം. നോക്കി എത്ര മാത്രമാണ് നിമിഷങ്ങൾക്കുള്ളിൽ മാലിന്യം അവിടേക്ക് ഒഴുകിയെത്തുന്നത്, അവിടെ നിന്ന് കോരി മാറ്റുന്നത് എന്നുള്ളതാണ് ആ ദൃശ്യങ്ങളിലുള്ളത്. അത് കോരി മാറ്റിയതിനു ശേഷം ഇവർക്ക് ഈ മെഷീൻ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ജെൻ റോബോട്ടിക്സിന്റെ ആ മെഷീൻ അതിനുള്ളിലേക്ക് കടത്താനുള്ള പരിശ്രമമാണ് അവർ നടത്തുന്നത്. അതിനുള്ള മുങ്ങൽ വിദഗ്ധനടക്കം തയ്യാറായിട്ടുണ്ട്. അതിന്റെ ഒരു ഡെമോ, അതായത് ഇതിനുള്ളിലൂടെ കാണുന്ന ദൃശ്യങ്ങൾ, ഈ മെഷീൻ പകർത്തുന്ന ദൃശ്യങ്ങൾ കാണുന്നതിന് വേണ്ടി പുറത്ത് അതിന്റെ മോണിറ്റർ പുറത്ത് ഘടിപ്പിച്ചിട്ടുണ്ട്. അവിടെ ആ സ്ക്രീനിൽ ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. SKN അങ്ങനെ എല്ലാ അർത്ഥത്തിലും മനുഷ്യസാധ്യമായ കാര്യങ്ങൾ മുഴുവൻ ചെയ്തുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം ഇവിടെ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുമാത്രമല്ല, നേരത്തെ തൊട്ടപ്പുറത്ത് നമ്മൾ ആ മൂന്നാമത്തെ മാൻഹോളിന് സമീപം അതിനുള്ളിലേക്ക് ഇറങ്ങിയ ഈ സ്കൂബ സംഘം അവർ ഇവിടെ നിന്നും, അതായത് ഈ ആമേഴഞ്ചാൻ തോടിന്റെ ഈ ടണൽ മുഖത്ത് നിന്നും അകത്തേക്ക് കയറാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നടത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 40 മീറ്ററോളം അവർ കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് ഉള്ളിലേക്ക് പോയതാണ്. കൂടുതൽ ടണലിനുള്ളിലേക്ക് കടക്കാനാകുമോ എന്നുള്ള കാര്യമാണ് അവർ പരിശോധിക്കുന്നതും അവർ ആ കാര്യമാണ് അവർ വിലയിരുത്തുന്നതും. എന്താണെങ്കിലും സർവ്വസജ്ജമായി അവർ നിൽക്കുന്നുണ്ട്. ഒരു പ്രതീക്ഷ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ഇവിടെ ഇതിനും, അതായത് ഈ പ്രദേശത്തിനും ഒപ്പം ആ മൂന്നാം ട്രാക്കിന് സമീപത്തെ മാൻഹോളിനും ഇടയിൽ ജോയി ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ അവർ ഈ ഘട്ടത്തിലും വെച്ച് പുലർത്തുന്നുണ്ട്. അങ്ങനെയുള്ള പരിശോധന പുരോഗമിക്കുന്നു. അപ്പോൾ തന്നെ ഈ ട്രാക്കിന് അവസാനം, അതായത് 5ാം ട്രാക്കിന് അപ്പുറമുള്ള മാൻഹോളിന്റെ ആ ഭാഗത്തും ഒപ്പം ഇത് ആമേഴഞ്ചാൻ തോട്ടിലേക്ക് ഈ മാലിന്യം വീണ്ടും, ഈ മലിനജലം വീണ്ടും ഒഴുകിയെത്തുന്ന ആ പ്രദേശത്തുമൊക്കെ തിരച്ചിൽ ഇതിനുശേഷം ഊർജിതമാക്കാനുള്ള ഒരു ആലോചന അവരുടെ ഭാഗത്തുണ്ട്. കാരണം ഈ മേഖലയിൽ ജോയിയെ കണ്ടെത്താൻ സാധിച്ചില്ല എങ്കിൽ അടുത്ത ഘട്ടമെന്നോണം അത് വ്യാപിപ്പിക്കും. താഴേക്ക് തന്നെ ആ പരിശോധന വ്യാപിപ്പിക്കാനാണ് ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ആ മണിക്കൂറുകളായി രാവിലെ 6:30 മണിയോടുകൂടി ആരംഭിച്ച രക്ഷാദൌത്യമാണ് ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. SKN 24 മണിക്കൂറാകുന്നു എൻ ജോയ്, മാരായമുട്ടം വടകര സ്വദേശി എൻ ജോയിയെ മാലിന്യം ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ഇറങ്ങി അപകടത്തിൽപ്പെട്ട എൻ ജോയിയെ ഇവിടെ കാണാതായിട്ട് ഏതാണ്ട് 24 മണിക്കൂറിനോട് അടുക്കുന്നു. ഈ രക്ഷാദൌത്യം ആരംഭിച്ചിട്ട് ഏതാണ്ട് 17 മണിക്കൂർ പിന്നിടുന്നു എന്നുള്ളതാണ്. 17 മണിക്കൂറായി ഏതാണ്ട് 100-ലധികം പേർ വരുന്ന രക്ഷാസേന, അത് ആ സേനയിൽ വിവിധ അംഗങ്ങളുണ്ട്. NDRF ഉണ്ട്, ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ 30 അംഗ സംഘം കൂട്ടത്തിലുണ്ട്. അതുപോലെ ഫയർഫോഴ്സ് സേനാംഗങ്ങളുണ്ട്, സ്കൂബ ഡൈവേഴ്സ് ഉണ്ട്, നഗരസഭയിലെ ശുചീകരണ ജീവനക്കാരുണ്ട്. അവരുടെ കൈമെയ് മറന്ന് അവർ ഇതിനുള്ളിൽ നിൽക്കുകയാണ്. അവർ ഇന്നലെയും ഈ മാലിന്യം മുഴുവൻ ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചതും അതിൽ മുൻകൈയെടുത്തതും ആ ശുചീകരണ ജീവനക്കാരാണ്. ഇന്നലെ രാത്രി വൈകി ഏതാണ്ട് 1 മണിവരെയും ഇവിടെ നിലയുറപ്പിച്ചിരുന്നത് അവരാണ്. കാരണം ആ റോബോട്ട് ഉപയോഗിച്ച് ആ മാൻഹോളിൽ നിന്നും നീക്കം ചെയ്യുന്ന മാലിന്യം അത് ഈ ജീവനക്കാരുടെ സഹായത്തോടെ കാര്യക്ഷമമായ ഇടപെടൽ എല്ലാവരുടെ ഭാഗത്തുനിന്നാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇതിനിടയിൽ ദുബായിൽ നിന്ന് ബദറുദ്ദീൻ പാണക്കാട്ട് എൻ്റെ വാട്സാപ്പിൽ ഒരു സന്ദേശം അയച്ചിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, 24 രക്ഷാദൗത്യം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആളുകളിൽ കാണിക്കുന്ന അശ്രദ്ധയുടെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് ഇത് കാണുന്നത്. അപരാധം റെയിൽവേയും ഗവൺമെൻറ് ഓഫ് കേരളയും കോർപ്പറേഷനും സംയുക്തമായി തന്നെ ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, മാധ്യമങ്ങളും ഈ കാര്യത്തിൽ ചെറിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം അവർക്ക് ബോധവൽക്കരിക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നില്ല. ഈയിടയ്ക്ക് മുഖ്യമന്ത്രിയും മറ്റുള്ള ആൾക്കാരും സൗത്ത് കൊറിയ പോലുള്ള സ്ഥലങ്ങളിൽ പോയി വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്താണെന്ന് പഠിക്കാൻ ശ്രമിച്ചു, എന്നിട്ടും ഒരു ഫലവും ഉണ്ടായില്ല എന്ന് വളരെ നിരാശയോടെയാണ് ബദറുദ്ദീൻ പാണക്കാട്ട് പറയുന്നത്. എന്തായാലും ഈ സംഭവം നമുക്കൊരു തിരിച്ചറിവുണ്ടാകാൻ കാരണമാകട്ടെ എന്നാണ് പറയുന്നത്. സലീം മാലിക് ഒരു കാര്യം അറിയിക്കുന്നു. സംസ്ഥാന ഫയർഫോഴ്സ് മേധാവി K. പത്മകുമാർ രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യുന്നു. സലീം മാലിക് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. സലീം മാലിക്, എന്തൊക്കെയാണ് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്, വിവരങ്ങൾ? SKN ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജോയിയെ കാണാതായിട്ട് 24 മണിക്കൂർ തികയുന്നു. കഴിഞ്ഞ 24 മണിക്കൂറായി ജോയിക്കായി ഒരു നാടൊന്നാകെയുള്ള തിരച്ചിലാണ്. അതിൻ്റെ ശ്രമകരമായ ദൗത്യത്തിൽ ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട ആളുകൾ
യും ഇവിടേക്ക് എത്തി അത് ഏകോപിപ്പിക്കുന്നു എന്നുള്ളതാണ്. സംസ്ഥാന ഫയർഫോഴ്സ് മേധാവി കെ പത്മകുമാർ ഉൾപ്പെടെയുള്ളവർ അല്പസമയത്തിനകം തന്നെ അല്പസമയം മുൻപ് ഇവിടെ എത്തി. മാത്രമല്ല അതിനുശേഷം മന്ത്രി വി ശിവൻകുട്ടി ഇവിടെ ഒരു ഉന്നതതല യോഗം നടത്തുന്നുണ്ട്. ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതും അതിലെ ഇതുവരെയുള്ള വിലയിരുത്തലുകളുമായി ഉന്നതതല യോഗം നടത്തുന്നുണ്ട്. അതിൽ പങ്കെടുക്കുകയും ചെയ്യും. ഇപ്പോൾ വീണ്ടും സ്ക്യൂബ ടീം കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ഇതിനകത്ത് തന്നെ ഉണ്ടായിരുന്ന സ്ക്യൂബ ടീം വീണ്ടും ഇതിനകത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ്. ആദ്യം തിരച്ചിൽ നടത്തിയ സ്ഥലത്ത് തന്നെ ഇറങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ഇന്നലെ മുതലുള്ള മണിക്കൂറുകളിൽ അത്രയും ഇവർ ഈ വെള്ളത്തിൽ തന്നെ നടത്തിയ തെരച്ചിലാണ്. പക്ഷേ ഇന്നലെ 30 മീറ്റർ, അതിനുശേഷം 20 മീറ്റർ, അങ്ങനെ 50 മീറ്റർ പോയിരുന്നു. പിന്നാലെ ഇന്ന് രാവിലെ മുതൽ ടണൽ പരിശോധന നടത്തിയിരുന്നു. അതും ഈ സ്ക്യൂബ ടീമാണ്. അപ്പോഴും അവിടെ എങ്ങും ആ 50 മീറ്ററും പിന്നീട് ഇന്ന് പോയ 30 മീറ്ററും അടക്കമുള്ള 80 മീറ്ററിൽ ജോയിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഏതെങ്കിലും ഭാഗത്ത് തങ്ങി നിൽപ്പുണ്ടോ എന്നുള്ളൊരു അന്വേഷണമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് 4 പോയിന്റിൽ നിന്നുള്ള രക്ഷാദൗത്യത്തിന്റെ ദൃശ്യങ്ങളാണ് ഞങ്ങളുടെ ക്യാമറമാൻമാർ പകർത്തി അയക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ സാഹസികമായ രക്ഷാദൗത്യത്തിൻ്റെ കാഴ്ചകളാണ് ഈ 4 വ്യൂ പോയിന്റുകളിലൂടെ പ്രേക്ഷകർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. റെയിൽവേ ട്രാക്കിൻ്റെ ഇരുവശങ്ങളിലും അതേപോലെ ഇതിൻ്റെ ഈ ടണലിൻ്റെ മുഖത്തു നിന്നുള്ള ദൃശ്യവും ഒക്കെ തന്നെ ഇതിലുണ്ട്. അപ്പോൾ ഏറ്റവും 24 മണിക്കൂർ ഈ ജോയിയെ കാണാതായിട്ട് തികയുകയാണ്. ഈ 24 മണിക്കൂറിനുള്ളിൽ ഇത്രയധികം സ്കൂബ ടീമൊക്കെ അതിസാഹസികമായ യത്നമാണ് തലസ്ഥാനത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഈ ജോയിയെക്കുറിച്ച് ഒരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അറിയുന്നത്. ഇതിനിടയ്ക്ക് BA ഗിരീഷ് ഒരു കാര്യം അറിയിക്കുന്നു. ജോയിയുടെ അമ്മയെ സഹായിക്കാനും അവർക്ക് വീട് ഉൾപ്പെടെ നിർമ്മിച്ചു നൽകാനും മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുമെന്ന് സ്ഥലത്തെത്തി MLA അറിയിക്കുന്നുണ്ട്. CK ഹരീന്ദ്രൻ MLA ആണ് ഈ കാര്യം നമ്മളുമായി പങ്കുവച്ചിട്ടുള്ളത്. അതുപോലെ സലീം മലീക്കിലേക്ക് വീണ്ടും നമ്മൾ പോകുന്നു. സലീം, യഥാർത്ഥത്തിൽ നമുക്ക് വല്ലാത്തൊരു നിരാശ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. കാര്യം 24 മണിക്കൂറൊക്കെ ഈ മലിനജലത്തിൽ ഒരാൾ ജീവന് വേണ്ടി മത്സരിച്ച് നിൽക്കുക എന്ന് പറയുന്നതൊന്നും അത്ര സാധ്യമല്ലാത്ത കാര്യമാണ്. അത്തരമൊരു നിരാശയുടെ നിഴലിലാണ് ഇപ്പോൾ ദൗത്യസംഘം ഉള്ളത്. എന്നാലും അവരിപ്പോഴും ആശ കൈവിടാതെ ഈ ദൗത്യസംഘം അവരുടെ രക്ഷാദൗത്യം തുടരുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വിവരങ്ങൾ SK ഉറപ്പായും. കാരണം അങ്ങേയറ്റം സങ്കടകരമാണ്. കാരണം ഒരു മനുഷ്യൻ, അതും ഈ മലിനജലം, അതിൽ തളം കെട്ടിക്കിടന്ന മാലിന്യം വൃത്തിയാക്കാൻ ഇറങ്ങിയ ഒരു സാധു മനുഷ്യൻ, ആ മനുഷ്യൻ ഈ വെള്ളത്തിൽ നിന്ന് കാണാതായിട്ട് ഇപ്പോൾ 24 മണിക്കൂർ തികച്ചിരിക്കുന്നു. മനുഷ്യസാധ്യമായതൊക്കെയും ഇവിടെ ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അവർ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. സ്ക്യൂബ ടീമൊക്കെ കഴിവിന്റെ പരമാവധി വെച്ച് മനുഷ്യസാധ്യമായത് അത്രയും ഈ മലിനജലത്തിൽ തന്നെ ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം നടത്തുന്നു. എന്നിട്ടും ജോയിയെ കണ്ടെത്താൻ കഴിയാത്തത് അങ്ങേയറ്റം സങ്കടകരമാണ്. പക്ഷേ ഇപ്പോഴും ഒരു പ്രതീക്ഷയും കൈവിടാതെ ആ മനുഷ്യർ അവരുടെ ആ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ സ്ക്യൂബ ടീമിലെ കൂടുതൽ അംഗങ്ങൾ ആ വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ്. വടം ഉൾപ്പെടെ കെട്ടിയിട്ടുണ്ട്. ഓക്സിജൻ സിലിണ്ടറുകൾ കൂടുതലായി ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. മുഴുവൻ സന്നാഹങ്ങളും, തലസ്ഥാനത്തിലുള്ള മുഴുവൻ അഗ്നിരക്ഷാസേനയുടെ സന്നാഹങ്ങളും ഒപ്പം തന്നെ തൊട്ടടുത്ത ജില്ലകളിൽ നിന്നുള്ള അഗ്നിരക്ഷാസേനയുടെ സന്നാഹങ്ങളും ഇവിടെയുണ്ട്. മാത്രമല്ല NDRF സംഘത്തിന്റെ സേവനമുണ്ട്. അങ്ങനെ സാധ്യമായതെല്ലാം നഗരസഭയുടെ ഭാഗത്തു നിന്നായാലും അതല്ലാതെ ആയാലും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ ജോയിയെ കണ്ടെത്താൻ കഴിയാത്ത നിരാശ ഉണ്ട് താനും. മാത്രമല്ല നമ്മളിപ്പോൾ ഒരു ദൃശ്യം കാണുന്നത് വീണ്ടും ഈ ആമയിഴഞ്ചാൻ തോട്ടിലുള്ള മാലിന്യം അവിടെ നിന്നും നീക്കി അടുത്ത വാഹനത്തിലേക്ക് മാറ്റുന്നതാണ്. അതായത് ഒന്ന് ഓർക്കണം, ഇന്നലെ രാവിലെ 10 മണിക്ക് തുടങ്ങിയതാണ് ആ മാലിന്യ നീക്കം. അതും ഈ പർട്ടിക്കുലർ പോർഷനിലെ മാത്രം മാലിന്യമാണ്. ഏകദേശം 200 മീറ്ററിനിടയിലുള്ള മാലിന്യമാണ് 24 മണിക്കൂറായി നീക്കം ചെയ്തിട്ടും പൂർണ്ണമായും നീക്കാൻ കഴിയാത്തത്. അപ്പോൾ എത്രമാത്രം മാലിന്യം ഇവിടെ ഉണ്ടായിരുന്നു എന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം. അത്രയും വലിയ രീതിയിലുള്ള മാലിന്യ നിക്ഷേപം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ അത്രയധികം ദുർഗന്ധവും ഉണ്ട്. കാരണം വലിയ നിലയിൽ അത്രയും മോശം മാലിന്യങ്ങൾ ഉൾപ്പെടെ, ആശുപത്രി മാലിന്യങ്ങൾ ഉൾപ്പെടെ, വിവിധ സ്ഥലങ്ങളിലുള്ള മാലിന്യങ്ങൾ ഉൾപ്പെടെ ഉള്ളവയാണ് ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉറപ്പായും ഇതിലെ ഉത്തരവാദികൾ കൂടി പരാമർശിക്കാതെ പോകാൻ കഴിയില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട ഈ വാർത്ത കാണുന്ന ഓരോ മനുഷ്യരും, ഓരോ തിരുവനന്തപുരക്കാരും ഉൾപ്പെടെ ആലോചിക്കണം. ഇതിൽ നിങ്ങൾ എത്ര പേർ ഇതിലേക്ക് മാലിന്യം കൊണ്ടിട്ടു എന്നുള്ളത് ആലോചിക്കണം. നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആലോചിക്കണം. നമ്മൾ അറിയാതെ വളരെ ലഘുവാണ് എന്ന് കരുതി നമ്മൾ വലിച്ചെറിയുന്ന മാലിന്യം പോലും എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തെ പോലും ബാധിക്കുന്നത് എന്നറിയണം. അതുകൊണ്ട് തന്നെ ഇത് നമ്മളെ എല്ലാവരെയും കണ്ണു തുറപ്പിക്കുന്ന ഒരു കാഴ്ച കൂടി ആയിരിക്കണമെന്ന് നിസ്സംശയം പറയാം. മാത്രമല്ല
അതിനപ്പുറത്തേക്ക് ഈ ഭൂമിയിൽ ഇത്രയധികം നോട്ടീസുകൾ നൽകിയിട്ടും ഇത് വൃത്തിയാക്കാൻ ശ്രമിക്കാത്ത റെയിൽവേ, അവിടുത്തെ ഉദ്യോഗസ്ഥർ, ഒപ്പം തന്നെ നഗരസഭയുടെ ആളുകൾ ഒക്കെ ഇതിന് ഉത്തരവാദികളാണ്. അവരുടെയൊക്കെ മറുപടി പറയേണ്ടി വരും. പക്ഷേ ഇപ്പോൾ അതിനൊന്നുമുള്ള സമയമല്ല. അതിനപ്പുറത്തേക്ക് ഇവിടെ ഒരു രക്ഷാദൗത്യം ഈ റെയിൽവേയുടെ ഉദ്യോഗസ്ഥരും നഗരസഭയുടെ ഉദ്യോഗസ്ഥരും ഒപ്പം ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള സർവ്വസന്നാഹങ്ങളോടുകൂടി ആ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. നിലവിൽ ഇന്നലെ രാവിലെ 10 മണിക്ക് തുടങ്ങിയ രക്ഷാദൗത്യം 12:30 വരെ നീണ്ടു. അതിനുശേഷം ഇന്ന് രാവിലെ 6 മണിക്ക് ശേഷം NDRF സംഘത്തിന്റെ തിരച്ചിലും ഒപ്പം സ്ക്യൂബ ടീമിന്റെ തിരച്ചിലുമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ആ സ്ക്യൂബ ടീം ആദ്യം ടണലിനുള്ളിലാണ് പോയത്. ടണലിനുള്ളിൽ പോയി 30 മീറ്ററിലധികം അവർ പരിശോധന നടത്തിയിരുന്നു. പരിശോധന നടത്തിയിട്ടും ജോയിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിന് പിന്നാലെ വീണ്ടും ഇപ്പോൾ ആ ടണലിൽ നിന്ന് മാറി ആ പ്രദേശത്ത് ഇനി മാലിന്യം നീക്കം ചെയ്താൽ മാത്രമേ എന്തെങ്കിലും തരത്തിലുള്ള പരിശോധന നടക്കാൻ കഴിയൂ. അതല്ലെങ്കിൽ ഈ മാലിന്യത്തിന്റെ താഴ്വശത്ത് ഉണ്ടാകില്ല എന്നുള്ളൊരു വിലയിരുത്തലാണ് സ്ക്യൂബ ടീം പറയുന്നത്. മുകളിൽ എവിടെയെങ്കിലും തങ്ങി നിൽപ്പുണ്ടോ ജോയി എന്നുള്ളൊരു പരിശോധന നടക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നിലവിൽ ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തിയ അതേ സ്ഥലം, ജോയി നിന്ന സ്ഥലം, ആ സ്ഥലത്താണ് ഇപ്പോൾ വീണ്ടും ഈ ടീം നിൽക്കുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി വെള്ളം കുറച്ച് താഴ്ന്നതാണ്. ഇപ്പോൾ വീണ്ടും ചെറുതായിട്ടൊന്ന് പൊങ്ങിയിട്ടുണ്ട്. ഇന്നലെ ഈ രക്ഷാപ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ രക്ഷാപ്രവർത്തകർ നിൽക്കുന്ന സ്ഥലത്തിന്റെ കഴുത്തൊപ്പമായിരുന്നു വെള്ളം. അതിനുശേഷം വൈകുന്നേരത്തോടുകൂടി, അതായിരുന്നു ഈ രക്ഷാപ്രവർത്തനത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി. മാലിന്യത്തിനൊപ്പം കഴുത്തൊപ്പമുള്ള വെള്ളത്തിൽ നിന്നുകൊണ്ടാണ് ഒരു അസാധ്യമായ രക്ഷാപ്രവർത്തനം ഇവർ നടത്തിയത്. അതിനുശേഷം മഴ കുറഞ്ഞതോടുകൂടി ക്രമാതീതമായി വെള്ളം താഴ്ന്ന് ഏറെക്കുറെ നന്നായി കുറഞ്ഞതാണ്. ഇപ്പോൾ ഒരല്പം, ഇന്നലെ വൈകുന്നേരത്തേക്കാൾ ഒരല്പം വെള്ളം പൊങ്ങി നിൽപ്പുണ്ട്. പക്ഷെ അപ്പോഴും അത് തിരച്ചിലിന് ബുദ്ധിമുട്ടാക്കാത്ത നിലയിലുള്ള വെള്ളമാണ്. മാത്രമല്ല നിലവിൽ ഈ സ്ഥലത്ത്, ഈ ജോയി ഇറങ്ങിയ സ്ഥലത്തുള്ള മാലിന്യങ്ങൾ ഏറെക്കുറെ അവർ മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന് അടിയിലേക്ക്, നമുക്ക് ആ ദൃശ്യങ്ങൾ, ആ ടണലിന് അടിയിലേക്കുള്ള ഭാഗത്ത് ഇപ്പോഴും മാലിന്യം കെട്ടി നിൽക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സമായി കൂടി നിൽക്കുന്നത്. അപ്പോഴും ഈ സ്ക്യൂബ ടീം പറയുന്നത് അടിഭാഗത്ത് ഇനിയും കാണാനുള്ള സാധ്യത കുറവാണ്. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ രക്ഷാദൗത്യത്തിന്റെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ നൽകിക്കൊണ്ടേയിരിക്കും. കാരണം ജോയി എന്നൊരു സാധാരണക്കാരൻ, ഒരു രക്ഷാ കവചവും ഇല്ലാതെയാണ് അദ്ദേഹത്തെ ഈ മാലിന്യം നീക്കം ചെയ്യാൻ ഇറക്കിയത് എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ ഇനി ആരെയാണ് നമ്മൾ കുറ്റപ്പെടുത്തുക എന്നറിയില്ല. എന്തായാലും 24 മണിക്കൂർ കടന്നു പോയിരിക്കുന്നു. നിരാശയുടെ ചെറിയൊരു നിഴൽ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. എന്തായാലും രക്ഷാദൗത്യം തിരുവനന്തപുരത്ത് ആമേഴിഞ്ചാൻ റോഡിൽ തുടരുകയാണ്. തോട്ടിലാണ് തുടരുന്നത് എന്ന് പ്രേക്ഷകർ അറിയാം. വിവിധ മാൻഹോൾ പോയിന്റുകളിൽ നിന്ന് രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുമോ എന്ന കാര്യം നമ്മുടെ രക്ഷാപ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട് അതിനുവേണ്ടിയൊക്കെ. പക്ഷേ ഇത്ര മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും കാര്യമായിട്ട് എന്തെങ്കിലും കണ്ടെത്താൻ അവർക്കായിട്ടില്ല.